നമ്മുടെ മക്കളല്ല നമ്മുടെ കുടുംബത്തിനെതിരെ ഇങ്ങനൊരു വരുമ്പോഴത്തേക്ക് എവിടെയും മാറി നിന്നിട്ടോ ഒളിച്ചോടിയിട്ടോ കാര്യമില്ല. നമ്മൾ അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ ഈ വിശ്വാസം തകർന്നു പോകും. കാരണം ഞാൻ വീണ്ടും പറയുകയാണ്, ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഈ ഭീഷണിപ്പെടുത്തി എന്താണ് ഭീഷണിപ്പെടുത്തിയെന്ന് പലരും ചോദിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിക്കുക, സ്ത്രീയോ പുരുഷനോട്ടെ, പ്രത്യേകിച്ച് അതിൽ സ്ത്രീകളെ രാത്രി ഒരു 10-11 മണിക്ക് ഒരാൾ വിളിച്ചിട്ട് ചീത്ത പോലും പറയണ്ട, പരാതിയിൽ നിന്ന് മാറിയില്ലെങ്കിൽ കാണാം, ഇത്തരം ഭാഷകൾ മാത്രം. ഇത് തന്നെ വലിയൊരു ഭീഷണിയല്ലേ? നിങ്ങൾ ആലോചിക്കൂ, അത് ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീ. എൻ്റെ മകളങ്ങനെ ബോധം കിട്ടി വീഴുന്നുണ്ട്. പക്ഷേ ഇന്നലെ സ്വാഭാവികമായിട്ടും അവൾക്കുണ്ടായ മാനസിക പ്രശ്നം ഹോസ്പിറ്റലിൽ കൊണ്ട് ഇന്ന് എന്തുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറയുന്നു? നിങ്ങൾക്ക് ഊഹിക്കാം. 8-9 മാസം ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീക്ക് ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം. പണം പോയത് ഒരു സൈഡിൽ, ഇനി ഈ കടങ്ങൾ എങ്ങനെ വീട്ടും? മൂന്നാമതൊരു സ്ഥാപനം ഇനി തുടങ്ങിയെടുക്കണം വീണ്ടും. കാരണം സ്റ്റോർ വരെ പൂട്ടേണ്ടി വന്നു, എന്നിട്ട് പുതിയ സ്റ്റാഫിനെ വെച്ച് ആരംഭിക്കുന്നു. എന്നിട്ട് ഇവർക്കെതിരെ ആരോപണവും കേസും, ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പും. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്കെതിരെ തെറ്റ് ചെയ്യാത്തവരെ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടായിട്ട് ഇത്തരം നടപടികൾ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ അന്ന് ആലോചിക്കും ഈ പിതാവിൻ്റെ വേദന എന്താണ്. എനിക്ക് ഈ സിമ്പതിയോ ഒന്നും പറ്റാൻ എനിക്ക് താല്പര്യമുള്ള ഒരാളല്ല. മക്കളുടെ മുന്നിൽ ക്യാമറ മുമ്പിൽ ഒരാൾ കരഞ്ഞു പോലും പോരുന്നു. ഞാൻ പറഞ്ഞു, നമ്മൾ ആരെ പറ്റി കുറ്റവും പറയണ്ട, നമ്മൾ തകരാനും പാടില്ല.